और अनिल प्रभु की महिमा आपको मिले। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। ഓക്കെ, ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 42 മുതൽ 48 വരെ. लूका के सुसमाचार 7वां अध्याय 48 से 48 और 49वां अध्याय पद में हम आए। अब वहां से मनन करें। ആ, 41 മുതൽ വായിക്കുക. 41 മുതൽ വായിക്കാണ്. 41वां पद से लेकर लूका के सुसमाचार 7वां अध्याय 41वां पद से लेकर हम पढ़े। കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി തന്നെ എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ രമണ തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. पैगंबर 41वां 7वां लूका की सुसमाचार 7वां अध्याय 41वां पद से लेकर किसी महाजन के 2 देनदार थे, एक 500 और दूसरा 50 दिनार का देनदार था। जब उनके पास पठाने को चुन न रहा तो उसने दोनों को क्षमा कर दिया। इसलिए उसमें से कौन उससे अधिक प्रेम रखेगा? शमैन ने उत्तर दिया, मेरी समझ में वह किसका उसने अधिक चोट दिया। उसने उससे कहा, तूने ठीक विचार किया है। और उस स्त्री की और फिरकर उसके शमन से कहा, क्या तू इन स्त्री को देखता है? मैं तेरा घर में आया परंतु तूने मेरे पाप धोने के लिए पानी ना दिया, पर इसने मेरा पाप आंसुओं से भिगोगे एक अपना बालों से पोंछा। तूने मुझे चुमा ना दिया, पर जब से मैं आया हूं तब से लेकर इसने मेरा पाप को चुमा ना छोड़ा. ഇതിന്റെ സന്ദർഭം പരിശോധിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തു ഒരു സൈമൺ എന്ന് പറയുന്നതായ ഒരു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയിരുന്നു. यहाँ की पीछे की कहावत यही है, एक शमन नाम एक फरीसी थे। उनका घर में यीशु और उनका सखियों के साथ एक बार की भोजन के लिए बुलाहट मिली। वो लोग वहां पर पहुंचा। यही है इसके पीछे की बात. യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളും പഠിപ്പിക്കലും ഒന്നും പരീശന്മാരെ അംഗീകരിച്ചിരുന്നില്ല. यीशु मसीह सिखाते हैं, जो सिखावत उनका उपदेश कोई कुछ फरीसियों ने अंगीकार नहीं किया था. എന്നാൽ ഈ പരീശൻ യേശുവിനെ തന്റെ ഭവനത്തിൽ ക്ഷണിച്ചതുകൊണ്ട്
എന്താണ് കാര്യമെന്ന് നമുക്കറിയത്തില്ല. അത് യേശു അവിടെ കടന്നുപോയി. ये फरीसियों ने मसीह और इनको 6 लोगों और उनका घर में एक बार की भोजन के लिए बुलाया है। ആ, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. वही शहर में पापिनी थी एक औरत थी। യേശു അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അവൾ ആം, ഒരു പാത്രത്തില് വെൺകൽ ഭരണിയില് പരിമള തൈലം കൊണ്ടുവന്നു യേശുവിന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. और यीशु मसीह वो घर में है, सुनते हुए एक स्त्री ने एक कुप्पी तेल लेकर वहां पर आई है। ആ, ആ ആ വെൺകൽ ഭരണിയിൽ നിന്ന് പരിമള തൈലം യേശുവിന്റെ കാൽ അവൾ ഒഴിക്കുകയും തന്റെ തലമുടി കൊണ്ട് ആം, ആ, അതിനെ തുടയ്ക്കുകയും ചെയ്തു. और इतनी अत्तर डालकर मसीह के पापों में डाला। उसके बाद में अपना बाल कुंडल से पोंछ डालने लगा। അവൾ യേശുവിന്റെ കാൽ തുടയ്ക്കുകയും ചുംബിക്കുകയും ചെയ്തു. यीशु मसीह के पैर चुंबन दिया और पोंछ डाला। അപ്പോൾ ആ പരീശൻ ചിന്തിക്കുകയാണ്, ഇത്രയും മോശമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഈ യേശുവിന് തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ, പ്രവാചകനാണല്ലോ എന്നൊക്കെ അയാൾ ചിന്തിച്ചു. और ये फरीसी सिमोन ने मन में एक बात सोचने लगा, मसीह इतना आश्चर्य काम करने वाले और भविष्य वक्ता है, क्यों इनको मालूम नहीं हुई ये औरत शहर में इतनी बेकार स्त्री है, यही है उनका पैर को चुमा है। ഈ സ്ത്രീ ഇത്രമാത്രം യേശുവിനോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നല്ലോ, അതിന്റെ കാരണം പരീശന് മനസ്സിലായില്ല. എന്നാൽ യേശു വിശദീകരിച്ചു. और ये स्त्री ने मसीह की पैर चुमा और पोंछ डाला, ये देखते हुए ये स्त्री कौन है, इसकी मन की भावनी क्या है, ये फरीसी को मालूम नहीं होता है, लेकिन मसीह को मालूम है ये स्त्री क्या काम के लिए वहां पर आई है। യേശു ക്രിസ്തു പരീശനെ പഠിപ്പിക്കുന്നതിന് ഒരു ഉപമ പറഞ്ഞു. यीशु मसीह ने ये फरीसी को सिखाने के लिए एक नमूना बताया। ഒരു വ്യക്തി രണ്ടുപേർക്ക് വായ്പ കൊടുത്തിരുന്നു. एक व्यक्ति देनेदार थे, वही ने 2 व्यक्ति को पैसा दिया था। ഒരുത്തന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. एक व्यक्ति को 500 और दूसरा व्यक्ति को 50 दिनार देनदार था। എന്നാൽ വീട്ടുവാൻ അവർക്ക് രണ്ടുപേർക്കും വകയില്ലായിരുന്നത് കൊണ്ട് ആ നല്ല മനുഷ്യൻ അത് കടം ഇളച്ചു കൊടുത്തു. दिया वाला देने वाला कर्जदार वो व्यक्ति को उसका आवक नहीं था वापस देने के लिए, इसलिए और ये दिया वाला देनदार वाला उन्होंने माफी दिया। അപ്പൊ യേശു അവനോട് ചോദിച്ചു, ഒരുത്തന് 500 വെള്ളിക്കാശും മറ്റവന് 50 വെള്ളിക്കാശും, ഇതിൽ ആരാണ് കൂടുതലായിട്ട് വായ്പ കൊടുത്തവനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു. मसीह ने इन्हों को पूछताछ की, 500 दिनार दूसरा 50 दिनार, दोनों को ये कर्जा से माफी दिया, कौन है इससे अधिक स्वामी का साथ मालिक का साथ प्रेम किया करेगा? അപ്പോ അധികം ഇളവ് ലഭിച്ചവനായിരിക്കും അധികമായിട്ട് സ്നേഹിക്കുന്നത് അത്ര യേശു പറഞ്ഞു. और इतने दोनों में क्षमा कर दिया, इसलिए उनमें से कौन उससे अधिक प्रेम रखेगा, ये पूछ की। യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു നിന്ന് അവളെ ചൂണ്ടിക്കാട്ടി ശിമോനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ये बात होने की बात मसीह ने
ये स्त्री का और उंगली लगाकर उन्होंने यही पूछने बात की, ये स्त्री अधिक अपराधी है, अपराध में उनको माफी दी है. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. यहां पर यही शब्द दी है, ये स्त्री ने और अतर डाला और आंख से आंसू गिराया और कुंदल बाल से पोछ डाला. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. और मसीह ये फरीसी की घर में आया, उस समय से लेकर ये स्त्री ने यीशु मसीह को पैर को चुंबन दिया. യേശു പരീശനോട് പറഞ്ഞു, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. और मसीह ने फरीसियों को यही शब्द दी, इनके बेखुदायत अपराध पापों से ढांबा हुआ ये स्त्री की सारे अपराध मैं क्षमा की है. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. वो स्त्री ने बहुत सारे प्रेम दिखाया, दिलाया, इसी कारण में बहुत सारे अपराध को उनको क्षमा देता है. അവിടെ ഇരുന്നതായ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു പാപമോചനം കൊടുക്കുന്നു എന്ന കാര്യം അവർ അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. यीशु मसीह ने उनको अपराध को क्षमा की, जो क्षमा. और वहां पर बैठे थे कितनी फरीसियों अंगीकार नहीं की. യേശു ദൈവപുത്രനാകിയാൽ പാപങ്ങളെ മോചിക്കുന്നതിനുള്ള അധികാരം യേശുവിനുണ്ട് എന്ന് യേശു വളരെ വ്യക്തമാക്കി അത്രേ ചെയ്തത്. मसीह ने एक बात स्पष्ट दिखाया, बताया, पापों को अपराधों को क्षमा देने वाला है हमारा यीशु मसीह. जो क्षमा देने वाले हैं, ये बात फरीसियों को अज्ञानित शब्द दे. മേരി മഗ്ദലയെ കുറിച്ച് പിന്നെ പലതരത്തിലുള്ളതായ അഭ്യൂഹങ്ങള് സമൂഹത്തിൽ നിലനിൽക്കുന്നു. और मगदलिनी मरिया के बारे में कई प्रकार की शब्द वहां पर खुला है. സാഹിത്യകാരന്മാര് അവരെ മുൻനിർത്തി പല നോവലുകളും കൊണ്ടുപോലുള്ളതായ നോവലുകളൊക്കെ എഴുതി സിനിമയുണ്ടാക്കുകയൊക്കെ ചെയ്തു. इतिहास रचने वाला ने, वो रचनाकार ने उसके बारे में सिनेमा या कई प्रकार की पुस्तक रचाया था. അതിലൊക്കെയും വളരെ വളരെ മോശമായ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. हर जगह पर ये मगदलिनी मरिया के बारे में और निर्दोषी दोषी की अपराध की बात वहां पर दिखाया जाता है. ആ പുസ്തകം വളരെയധികം വിറ്റഴിക്കപ്പെട്ടു. जो लिखा हुआ पुस्तक बहुत सारे बिक्री की. പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഏത് വഴിയും അത് ഇങ്ങനെയുള്ള ആളുകൾ നോക്കുമല്ലോ. धन कमाने के लिए ऐसे वाले लोग कोई रास्ता ढूंढते हैं. എന്നാൽ തിരുവചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അവൾ യേശുക്രിസ്തുവിന്റെ ഒരു ശിക്ഷയായിരുന്നു എന്നത്. धर्मशास्त्र में यही बात देता है, जो ये स्त्री और बाइबल में अच्छा पदवी में आया है. യേശുക്രിസ്തുവിന്റെ വലിയ ഒരു വിടുതൽ അനുഭവിച്ചതായ ഒരു സഹോദരി അത്രേ ഈ മേരി മഗ്ദലിൻ. और यीशु मसीह के द्वारा बहुत अनुभव पाया हुआ, छुटकारा पाया हुआ एक अमुक स्त्री थी ये मगदली मरी. അതുകൊണ്ടത്രേ താൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പരിമള തൈലവുമായി വരികയും അവന്റെ കാൽ ചുംബിക്കുകയും ഒക്കെ ചെയ്തത്. इसी कारण में यीशु मसीह की ओर आकर
इतने अतर डालकर, बहुमूल्य अतर डालकर उनको पैर धोया और कुंदन से बाल से पोंछ डाला, आंसू बहाया, रो रो कर माफी के लिए मांगा है. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടതായ ഒരു ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു അവൾ. എങ്കിലും യേശുക്രിസ്തു മുഖാന്തരം അവളുടെ ജീവിതത്തില് ഒരു വലിയ വ്യത്യാസമുണ്ടായി. सारे समूह तरफ से उन्होंने इतनी बेकार स्त्री थी, वो स्त्री यीशु मसीह की ओर से माफी दिया, क्षमा पाया, उसकी बाद में बहुमूल्य स्त्री बन गई है. ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നമ്മുടെയും ജീവിതങ്ങളിൽ നാം ഇതുപോലുള്ളതായ തകർച്ചകളിലൂടെ കടന്നുപോയവരത്രേ. यीशु मसीह को अपनाने के पहले, ग्रहण करने के पहले हमारा जीवन में भी इसी प्रकार की पाप अपराध में पड़ी गई थी. അത് പട്ടണത്തില് വളരെ വളരെ മോശമായ പേരുള്ളതായ ആ സ്ത്രീ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നതോടുകൂടി അവൾക്ക് ഒരു മാന്യതയുണ്ടായി. यीशु मसीह की चरणों पर आने के कारण बहुत रूपांतर, बदलाहट उनका जीवन में आई है. അതെ, ക്രിസ്തുവിന്റെ സ്പർശനമേറ്റപ്പോൾ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ, അവൻ നമ്മുടെ ജീവന്റെ ഉടമയായി നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെയും ജീവിതങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. हमारा जिंदगी में भी ऐसे प्रकार की मसीह की ओर आने के विरोध में कई प्रकार की अपराध भावों में ढांबा हुआ हमको मसीह हमारा जीवन में आया, उसके बाद में बहुत सारे बदलाव हमारा जीवन में भी आया. इसी कारण में मसीह की ओर आ रहा है. അതിക്രൂരമായിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതായ സമയത്ത് ശിഷ്യന്മാർ മിക്കവാറും അവിടെ ഇല്ലായിരുന്നു. അവിടെ ധീരമായിട്ട് നിലനിന്നതായ, ക്രൂശിന്റെ അരികിൽ നിന്നതായ ഒരു ധീര വനിതയത്രേ ഈ മേരി മഗ്ദലിൻ. मसीह की क्रूसारोहण के समय भी यीशु मसीह का चेलों ने तितर-बितर हो गया, चले गया. उसी समय भी अंतिम तक क्रूस के सामने खड़ी हुई थी ये औरत, एक औरत है मगदलिनी मरिया. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതിരാവിലെ തന്നെ യേശുക്രിസ്തുവിന്റെ കല്ലറ സന്ദർശിക്കുന്നതിന് അവൾ തയ്യാറായി. और सप्ताह की पहले दिन इतवार की सुबह ही वक्त ये मरिया ने मसीह की कब्रिस्तान की ओर पहुंची. തന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കിയത് യേശുവിനോടുള്ളതായ ആ ഒരു ഇടപെടൽ കൊണ്ടത്രേ. और ये मगदलिनी मरिया की जो अपराध ढांब कर जिंदगी बदलाहट में लाई और यीशु की एक शिष्य की नाई बन गई, जीवन बदला हुआ. ये मसीह की और इतना प्रेम वो ही रखा है. താൻ അനുഭവിക്കുന്നത് പാപത്തിന്റെ കളങ്കത്തിൽ നിന്നും അവൾക്ക് മോചനം കൊടുത്തത് യേശുക്രിസ്തു അത്രേ. पाप की अपराधों में गिरी हुई वो ही स्त्री की पाप अपराध से उतरने के लिए, छुड़ाने के लिए रक्षक होकर आया हुआ यीशु मसीह है. അതുകൊണ്ട് തനിക്ക് യേശുക്രിസ്തുവിനോടുള്ളതായ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. इसके कारण में यीशु मसीह की ओर आदर और प्रेम दिलाने का, देने का कर्तव्य वो स्त्री की थी. അതെ, ഒരു വ്യക്തിയുടെ പാപങ്ങൾ മോചിച്ച് കിട്ടുമ്പോൾ അത് യേശു അത്രേ, അല്ലെങ്കിൽ ദൈവമത്രേ പാപങ്ങൾ മോചിക്കുന്നത്. അതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ആകെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. एक मनुष्य के जीवन को बदलाव डालने के लिए, फलदायक काम करने के लिए ये स्त्री का मन को रूपांतर में लाया. इससे नहीं हमारा जीवन में भी आएगा तो अधिक से अधिक हम मसीह को प्रेम रखता है. ഈ സ്ത്രീയുടെ മാത്രമല്ല, നമ്മുടെയും പാപങ്ങൾ അത് മായ്ച്ചു കളഞ്ഞു. केवल ये स्त्री का नहीं, हमारा जिंदगी को भी जो अपराध थे मसीह ने वो अपराध को निकाल दिया है. പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് സൗഖ്യം ഉണ്ടാകുന്നു. पाप की
जो गुलाम में रहे हुए पापों से बच गया है, रक्षा हो गया है। हमारा जीवन में भी मसीह को बहुत सारे प्रेम ആ, से प्रेम दिखाते हैं। നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ കണക്ക് എഴുതിയതായ ആ പുസ്തകത്തിൽ നമ്മുടെ പാപത്തിന്റെ മീതെയും ഒരു ചുമന്ന വര നമുക്ക് കാണുവാൻ കഴിയും. और जो पुस्तक में हमारा नाम लिखा हुआ, वो पुस्तक में हमारा पाप अपराध लिखा हुआ, वो ही स्थान में हम यीशु मसीह में आते हैं। और तब ये लाल और इसमें से लिट्ठा मारते हैं। യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പാപങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. यीशु मसीह के द्वारा पाप अपराध को कैंसिल कर दिया है। നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന മാർട്ടിൻ ലൂതറിന്റെ അടുക്കൽ ഒരിക്കൽ പിശാച് വന്ന് പറഞ്ഞു താൻ മഹാപാപിയാണ് എന്ന്. और नया उपदेशक होकर आया हुआ मार्टिन लूथर की और शैतान ने एक बार आकर कहा, तू शैतान का संदेश देने वाले है। നീ ഇന്ന പാപങ്ങളൊക്കെ അനേക വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. और शैतान ने धोखा देने के लिए उनका साथ आकर परीक्षा की, फलाना फलाना पाप किए वाले व्यक्ति है तू, तू अभी क्या कर रहा है। അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഒരു കാലത്ത് ഞാൻ അങ്ങനെയുള്ളവനായിരുന്നു. और मार्टिन लूथर ने वो शैतान की ओर कहने लगा, तू कहां से ही है, लेकिन मैं मसीह में आने का पहले ये सब काम अपराध किया था। അതെ, പാപിയായിരുന്ന എന്റെ ജീവിതത്തില് യേശു തന്റെ രക്തം കൊണ്ട് കഴുകി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. पाप में गिरे हुए मेरा जिंदगी को मसीह के लोग रक्त से शुद्ध पवित्र होकर हमें पवित्रताई में आया है, ये बात कहने लगा. ദൈവം മുമ്പാകെ നാം ഓരോരുത്തരും അങ്ങനെ നമുക്ക് എതിരെ പിശാച് വരച്ചിരുന്നതായ അല്ലെങ്കിൽ കയ്യെഴുത്തുകളെ, വിരോധമായിരുന്ന കയ്യെഴുത്തൊക്കെ യേശു തന്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ये अर्थ यही है, हमारा विरोध में हम किए हुए पाप गुनाह को लाते हुए ये शैतान ने ऐसी बातचीत करने की समय है। कुलैसियों की पत्री में यही लिया है, जो हाथ से लिखे रखा हुआ ये सारे बात मसीह की लोग उससे पोछ लाते हैं, निगाह देता है. അപ്പൊ എത്ര നമ്മുടെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കൊണ്ട് യേശുവിനെ നാം എത്രമാത്രം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. हमारा पाप को ढांप दिया है, पाप में से वो बचा दिया है. इसी कारण में इतना पाप से गिरा, फिर भी मसीह ने हमें उसमें से उद्धार दिया है, देता है. കാൽവരി ക്രൂശിൽ യേശു നമ്മുടെ പാപത്തിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. कालवरी पहाड़ पर, कालवरी क्रूस पर यीशु मसीह की मृत्यु के द्वारा हमारा सारे पाप को, गुनाह को हटा दिया है और निकाल दिया है. അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് നമുക്കറിയാം. അതെ, അദ്ദേഹം മാനസാന്തരപ്പെടുന്നതിന് മുമ്പായിട്ട് തീവ്രവാദികളായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ പീഡിപ്പിച്ചു. प्रेरित पौलुस के बारे में हम मनन करते हैं, यीशु को अपनाने के पहले और तीव्र स्वभाव वालों को इकट्ठा कर मसीह में आए हुए लोगों को पीड़ित देने के लिए तैयारी के साथ आगे बढ़ गया है. ഈ ശൗലിന്റെ നേതൃത്വത്തിലായിരുന്നു സ്തെഫാനോസിനെ കല്ലെറിയുവാൻ ഇടയായി തീർന്നത്. ये शाऊल हुकूमत दिया, शाऊल के अधिकार से स्तेफानोस को पत्रवाह की है. തന്റെ വഴിപിഴച്ചതായ ജീവിതം താൻ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി തീർന്നു. और प्रेरित पौलुस उन्होंने किया हुआ सारे दंड अपराध को निकालते हुए मसीह का एक अच्छे शिष्य बन गया है. താനും കൂട്ടുനിന്നതായ
സ്തെഫാനോസിന്റെ മരണനിമിത്തം ഉണ്ടായ വിടവ് നികത്തുന്നതിന് ദൈവം ഇവനെ ഉപയോഗിച്ചു. और स्तेफानोस को सताने के लिए इतने काम किया हुआ प्रेरित पौलुस ने वो हुकूमत की, लेकिन पौलुस का जिंदगी को बदलाहट कर कर यीशु मसीह का शिष्य बना दिया है. അവനൊരു ദർശനം പ്രാപിച്ചതോടുകൂടി അവൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടി വന്നു. पुराने सारे बात त्याग की और यीशु मसीह का सच्चाई को मान ली. इसी कारण में यीशु मसीह का सेवकाई में कदम लगाया है. ദൈവം അനവധിയായിട്ടുള്ള വെളിപ്പാടുകൾ അവന് നൽകി. അത് തിരുവചനത്തില് പല ലേഖനങ്ങളിലൂടെ പുറത്തു വന്നു. इसी कारण में ये शाऊल पौलुस को और इतनी बड़ा रीति पर प्रकाशन दिया, वरदान दिया और मसीह के लिए आगे बढ़ाया है. വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അന്ത്യത്തോളം ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് അനേക സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു. कई प्रकार की अनेक रीति पर शरीर में पीड़ित होकर पीड़ा लेकर मृत्यु तक विश्वास योग्य में प्रेरित पौलुस ने रहा. ഈ പൗലോസ് യേശുവിനെ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് സ്നേഹിച്ചു. ये पौलुस दूसरा सब शिष्यों से भी बढ़कर अधिक मसीह में प्रेम किया है. അവന്റെ സകലവിധമായ പാപങ്ങളും യേശു ക്രിസ്തു മോചിച്ചു. उन्हें में जितना पाप अपराध थे सब मसीह ने उसमें से छुटकारा दी है. അതെ, ശിമോന്റെ ഭവനത്തിലായിരുന്നതായ മഗ്ദലക്കാരത്തെ മറിയെ കുറിച്ച് നോക്കുമ്പോൾ അവർ സന്തോഷത്തോടുകൂടിയും കരയുന്നതായ രംഗം നമുക്ക് കാണുവാൻ കഴിയും. और शिमन फरीसी शिमन के घर में आया हुआ ये अमृत भी बगदायत पाप से बचाया, रक्षा किया, जो रक्षक मसीह को अधिक से अधिक प्रेम की है. അവൾക്കുണ്ടായതായ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. वो स्त्री को मिला हुआ आनंद, खुशी वो मुंह से कह नहीं सकता है. ഒരു വ്യക്തിക്ക് കോടിക്കണക്കിന് രൂപ ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സന്തോഷം പോലെ ആയിരുന്നു ഈ മറിയെ സംബന്ധിച്ചിടത്തോളം ഈ പാപമോചനം ലഭിച്ചപ്പോൾ അവൾക്കുണ്ടായത്. एक व्यक्ति को करोड़ों करोड़ों धन मिलेगा, रुपया मिलेगा, जो उनको मिलता हुआ आनंद से भी बढ़कर ये मगदलिनी मरिया को ये आदर स्नेह प्रेम उसमें से आनंद आया है. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. यीशु मसीह पर हमारा भरोसा रखे, आश्रय रखे, मसीह में से हमें छुटकारा मिले, हमारा मन इतना आनंद से भर जाते हैं. അവൻ സ്വർഗത്തിലെ സിംഹാസനം ഉപേക്ഷിച്ചിട്ടത്രേ ഈ താണ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്നത്. स्वर्गीय महिमा त्याग कर कर स्वर्ग से भूमि पर उतरा. मैं और आपके लिए, हजारों के लिए मसीह ये प्रेम की झंडा हमारा हाथ में दी है. അത് നമ്മുടേതായ ഒരു മനുഷ്യന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കേവലം ഒരു മനുഷ്യനായിട്ടത്രേ യേശു ഇവിടെ ജീവിച്ചത്. हमारा सारे अपराध को निकाल कर एक मनुष्य होकर हमारा बीच में मसीह आया है. അത് ഈ വേദന കൊണ്ട് അത് കൽവരി ക്രൂശിൽ ആയിരിക്കുമ്പോൾ യേശു പിടഞ്ഞ് അത് ഉറക്കെ കരയുകയുണ്ടായി. अधिवेदना से यीशु मसीह काल्वरी क्रूस पर ऐसा जीवन देने का समय, अधिवेदना, अधि दुख से भरी हुई समय मसीह हमें ये प्लेटफॉर्म में आया, हमको भी वो प्रेम दिखाया है. അത് നമ്മുടെ രക്ഷയ്ക്കായിരുന്നു, हमारा उद्धार के लिए है. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ ഒഴുകിയതായ ആ രക്തം അത് നമ്മുടെ പാപമോചനത്തിനായിരുന്നു. यीशु मसीह के शरीर से बहाया हुआ वो रक्त
हमारा पाप को मिटाने के लिए थे। യേശു നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. यीशु मसीह हमारा पाप अपराध को क्षमा करते हुए हमारा पाप उनका कंधे पर उठाया है। പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ളതായ സ്നേഹം കൊണ്ടത്രേ. पवित्र आत्मा हमारा हृदय में वास करने के लिए अनुमति दी। यीशु मसीह हमारा ऊपर कितना प्रेम किया वो कारण से। നമ്മുടെ പാപങ്ങൾ അത് അത് ദൈവത്തോടുള്ള നമ്മുടെ കടമായിട്ട് അത്രയും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. जो हमारा पाप अपराध कर्जदार की नाई बन जाते हैं। അപ്പോ നമ്മൾ പാപം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ ക്രോധം അത് അത് നമ്മുടെ നേരെ വരുന്നതിനിടയായി തീർന്നു. हमारा पाप करने के कारण परमेश्वर का क्रोध हमारे ऊपर उंडेलने का था, लेकिन मसीह ने माफी दी है। പാപത്തിന്റെ ഫലമായി നാം അനുഭവിക്കേണ്ടിയിരുന്നതായ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അത്രേ യേശു കാൽവരിയിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നത്. हम किए हुए पाप के अपराध के क्रोध हम सहजने के समय हमारा यीशु मसीह वो कोप क्रोध जो अपराध मसीह के कंधे पर उठाया, मसीह ने हमारे लिए जीवन दी है। നമ്മുടെ പാപത്തിന്റെ കടം അത് തിരിച്ച് അടയ്ക്കുന്നതിന് നമ്മുടെ കൈവശം ഒന്നുമില്ലായിരുന്നു. हमारा पाप अपराध को दिए वापस देने के लिए हमारा जीवन में कुछ नहीं था, लेकिन मसीह ने सब कुछ हमारे लिए दी है। പാപം അറിയാത്തവനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. मसीह पर पाप नहीं थे, जो निष्कपट व्यक्ति थे, लेकिन हमारा पाप हमारे अपराध को उठाने के लिए मसीह ने संसार पर आई है। പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. मसीह ने पाप किया नहीं, पापी नहीं थे, लेकिन हम पापी थे। हमारा पाप उठाकर मसीह ने पापी की नाई पाप होकर क्रूस पर चढ़ गया है। അതെ, യേശു നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് അത് നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കുന്നതിനിടയായി തീർന്നു. यीशु मसीह यही काम की, हमारा सारे अपराध को निकालकर एक नया सृष्टि बनने के लिए मन बराबर की हाल भी हमारे जीवन में दी है। നാം നിത്യജീവന് അവകാശികളായി തീർന്നു. अनंतकाल के जीवन की मिरास बन गया है। ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നതിനിടയായി തീർന്നു. मसीह में आनंद है और शांति है, ये मसीह के द्वारा हमारे लिए दी गई है। അങ്ങനെയാണെങ്കിൽ മഗ്ദലക്കാരത്തി മറിയെ പോലെ തന്നെ നാമും അധികമായിട്ട് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് ഈ യേശുവിനെ സ്നേഹിക്കണം. ऐसा होवे तो मगदलिनी मरियम की नाई यीशु मसीह पर अधिक प्रेम रखना हमारा आवश्यकता है। സങ്കീർത്തനങ്ങൾ 32:1. भजन संगीता 32वां अध्याय के प्रथम पद में यही बात दी है। ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. जो अपराध को हमारा पाप को ढांप कर हमारे लिए शुद्ध पवित्र करने वाले, इसके अर्थ हे यहोवा मेरी भरोसा तुझ पर है, मुझे कभी लज्जित होना ना पड़े, तू अपने धर्म होने के कारण मुझे छुड़ा ले। ഇവിടെ പറയുന്നത് നാം അനുഗ്രഹിക്കപ്പെട്ടവരത്രേ എന്ന്. यहाँ पर हमें यही वचन पाता है, हम मसीह में अनुग्रहित प्राप्त किए हुए व्यक्तियों हैं। ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് നമുക്ക് അതിലൂടെ പാപമോചനം ലഭിച്ചിരിക്കുന്നു. मसीह के लोग हमारे लिए बहाने के कारण पापों से हमको मुक्ति दिया है। മീഖായുടെ പുസ്തകം മീഖ 7:18.
मिका की पुस्तक और उसका 7वां अध्याय 18वां पद। അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയില്ലല്ലോ അവന് പ്രസാദമുള്ളത്. और वहां पर मिका की पुस्तक हमारा अपराध पाप को हटाकर हमें शुद्ध पवित्र किया, कारण तू दयाबंधु मसीह है। റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, रोमियो की पत्री 8वां अध्याय 15वें पद में यही वचन दिया। അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. इसी कारण में हम मसीह में है, हमको कोई शिक्षा दंड नहीं है। അതുകൊണ്ട് പാപമോചനം ലഭിക്കുക എന്ന് പറഞ്ഞത് അത് ഏറ്റവും വലിയ അനുഗ്രഹമത്രേ. इसी कारण में पाप में से उद्धार देता है, बहुत आशीष की बात है। നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലുള്ളതായ എല്ലാ മുറിവുകളും അത് ഉണക്കിക്കളയും. हमारा शरीर या आत्मा में कुछ चोट लगी, कुछ वेदना हुई, और मसीह ने उनको और ढांप देते हैं। ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ये अधिगंभीर एक सवाल मैं पूछ रहा हूं। ഈ ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നതായ ഏതെങ്കിലും മഗ്ദലക്കാരത്തി മറിയ ഉണ്ടോ? हम ये मेरा शब्द सुनने वाले हमारे बीच में कोई मदरनी मरिय की नाई कोई है? അങ്ങനെയാണെങ്കിൽ ഭയപ്പെടേണ്ട, ക്രിസ്തു നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരും. ऐसा होवे तो मांगे, मसीह हमारा पाप को ढांप देते हैं। ഒരു കാര്യം ഉറപ്പാക്കുക, മറിയ തനിക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ക്രിസ്തുവിന് വേണ്ടി ചെയ്തു. एक बात जांच ले, मरिय को मसीह के लिए जितना काम कर सकते हैं इतना काम किया है। ഇപ്പോൾ പാപമോചനം ലഭിച്ചതായ മറിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അവർ പാപത്തെ യേശുവിനെ പോലെ തന്നെ പാപത്തെ അവരും വെറുത്തു. और मरियम हो, पौलुस हो, बहुत सारे पापों से भरी हुई थी, लेकिन मसीह ने उनको पाप को मसीह पाप छुड़ाया, पाप से और छुड़ाया, इसी नहीं उन्होंने पापों से बच गई है। ദൈവമക്കൾ ക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തു എന്തൊക്കെയാണോ വെറുത്തത് അതിനെ നാമും വെറുക്കണം. यीशु मसीह जितना पाप को छोड़ दिया, त्याग किया, इसलिए इसी नहीं हम भी पाप अपराध को छोड़ना हमारा कर्तव्य है। ക്രിസ്തു എന്തൊക്കെ സ്നേഹിച്ചുവോ അതിനെ നാമും സ്നേഹിക്കണം. यीशु मसीह क्या क्या चीज को प्रेम किया, हम भी वो बात को प्रेम करना चाहिए। ക്രിസ്തുവിന്റെ മുമ്പിൽ അവൾ പരിമള തൈലവുമായിട്ട് വന്നിട്ട് താൻ കുനിഞ്ഞ് അത് യേശുവിന്റെ മേൽ അർപ്പിക്കുകയും യേശുവിന്റെ കാൽക്കൽ അത് എന്ത് ചെയ്തു, കിസ്ഡ് ഹിം, यीशु मसीह के चरणों पर वो औरत ने इतने अत्तर डालकर और उनका आंसू से पोंछ डालकर उनका कुंदन से बाल से उनको पोंछने दिया, अपराध से माफी मिला। സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുന്നതിന് പുത്രനെ ചുംബിച്ചു കൊള്ളുകയും. और भजन संहिता 2 में यही लिखा है, रास्ता में से हम नाश होने की पहले हमारा मसीह के चरणों में आकर हम उनको माफी मांगे। രണ്ട് കടക്കാരെ അവരുടെ കടം അത് ഒഴിവാക്കി കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ അത് നേട്ടമുണ്ടാക്കിയ വ്യക്തിയും അധികമായിട്ട് ആ യജമാനെ സ്നേഹിക്കും. और कर्जदारों ने, 2 व्यक्तियों ने उनका स्वामी के सामने आया, दोनों को माफी दिया, इसी नहीं हम मसीह की ओर आए, मसीह हमको माफी देंगे। നാം ഇവിടെ ഈ പ്രഭാതത്തില് അത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പാവബോധമുള്ളവരായിട്ടാണോ ഇരിക്കുന്നത്?
हम सुबह ही वक्त आंसू बहाकर हमारा मसीह का चरणों पर बैठता है नहीं है? എന്നാൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുള്ള ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടി നമുക്ക് ആയിരിക്കുവാൻ കഴിയും. मसीह ने हमारा अपराधों को हटा देंगे, माफी देंगे. हम मसीह में आनंद मगन होने के लिए आनंद खुशी मनाकर उनका चरणों पर आना हमारा आवश्यकता है. നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്തതായ പാപങ്ങൾ പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തുന്നു എങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിലൂടെയുള്ളതായ പാപമോചനം ലഭിക്കുവാനുള്ള സമയം അത്രേ. मानो कि यही बात है, हम उद्धार नहीं पाया तो, अपना आया नहीं है तो मसीह की ओर आए, वो पाप से बच जाने के लिए मांगना हमारा आवश्यकता है. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് നമുക്കുള്ളതായ സ്നേഹവും അതുപോലെ ആദരവും സ്തുതിസ്തോത്രങ്ങളും അർപ്പിക്കാം. ऐसा होवे तो मसीह का सामने धन्यवाद धन्य कहने के लिए और गीत गाकर मसीह की आदर मिलने के लिए उनका चरणों पर आना हमारा आवश्यकता रहते हैं. ആദ്യ നൂറ്റാണ്ടിലെ ശക്തമായിട്ട് സുവിശേഷ വേലയിൽ പങ്കാളിയായിരുന്നതായ ഒരു ധീര വനിതയായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. अगले शताब्दी में शूरवीर एक वृद्ध है और मगदलिनी मरिया. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ എല്ലാ വ്യക്തികളുടെയും പാപങ്ങൾ യേശു മോചിച്ച് തന്നിരിക്കുന്നു. यीशु मसीह पर विश्वास रखे, भरोसा रखे, हर लोगों की पाप अपराध को ढांक देते हैं. ഈ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം നമുക്ക് മറുവിലയായിട്ട് കൊടുക്കുവാൻ ഒന്നുമില്ലായിരുന്നു. ये पाप अपराध को बदलाहट देने के लिए हमारा हाथ में कुछ नहीं दे. യേശു ക്രിസ്തു നമ്മോടുള്ളതായ അതിരറ്റ സ്നേഹം കൊണ്ട് അവയെല്ലാം തന്നെ അത് നമ്മോട് ക്ഷമിച്ചു തന്നു. यीशु मसीह ने हमारा जीवन में आया हुआ सारे घटना को बदल डालकर शुद्ध पवित्र होकर मसीह की संतान बना दिया है. മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മഗ്ദലക്കാരത്തിയെ പോലെ തന്നെ അധികമായിട്ട് നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുകൊണ്ട് അധികമായിട്ട് കർത്താവിന്റെ വേലയിൽ മുന്നേറാം. हमारा वचन सुबह ही वक्त यही है. मगदलिनी मरियम की नाई हमारा जीवन में बहुत सारे पाप की मालिक बने थे, जो उसमें से माफी दिया. इसी कारण में अधिक मसीह को प्रेम करने के लिए हम आगे आए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को आदर अनुग्रह देंगे. आमीन.